എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ, ഇത് ശീതൾ. ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവള് എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏത് സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിലേക്ക് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെ പറയണം? വെള്ളമൊടിച്ച വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ട, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ട, ഫിലോഡാൽഫിയെന്ന് കേട്ടിട്ടുണ്ട, അമേരിക്കന്ന് കേട്ടിട്ടുണ്ട. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നുറങ്ങടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? ഡെറാഡൂണിനാടാ. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിലുണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായി പോയി. ഡെറാഡൂൺ, ഡെറാഡൂൺ, ഡെറാഡൂൺ. ഗുഡ് നൈറ്റ് ഡെറാഡൂൺ. ഡെറാഡൂൺ നിന്റെ അമ്മൂടാ. ഇത് ഏതായി ഡെറാ? എന്റെ ഡെറാഡൂണിന്റെ അമ്മയ്ക്ക് വിളിക്കല്ലേടാ. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടെ നിന്ന് ഡെറാഡൂണിലൊരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വല്ലതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. എന്നാൽ അവൾ ആരാ നോക്കാം. ഞാനാ. എന്താ? ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂ കേട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലയ്ക്ക് പ്രാന്തായ? പെമ്പിള്ളേര് കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ അത്ര നല്ല ശീലമൊന്നുമല്ല. ഡെറാഡൂണിൽ പോലുമില്ല ഇത്ര വൃത്തിയായിട്ടവന്മാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? മേടിച്ചിട്ട് 1 വർഷമായുള്ളൂ, അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂടെവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. പേസ്റ്റ് ഇതെവിടെന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിലെവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഇല്ലഞ്ഞിട്ടൊന്നുമല്ല. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ലഞ്ഞിട്ടല്ല. അച്ഛാ, 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റ് എടുത്തേ. പല്ല് തേക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചും കൂടി താ. ഞാൻ റെഡി. നീ റെഡിയാവും. നീ ആ സൈസ് സാധന. നാണോ ഇല്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. നേരായല്ലോ അച്ഛ അച്ഛാന്നും പറഞ്ഞ് കൊരവള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട്. എന്താ അത്? ശരി, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഒളിച്ചിരിക്കാൻ പോയതല്ല, മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ. ഓ, എനിക്കറിയാം. പേപ്പർ കേട്ട പൊളിച്ചിരുന്നല്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന്. എനിക്കറിയോ? അതെ, ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അവള് ശരിയല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഗരിച്ചോണ്ട് വന്നിരിക്കാ. ഞാനൊരാണല്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാ? നിനക്കെന്ത് സംഭവിക്കാൻ? 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട. എന്താ ഗോപ നീ പറയണേ? ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ. അഡ്വാൻസാ? എത്ര രൂപ? 2000. ഓഹോ, അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴുങ്ങിയതല്ലേ? അതെനിക്ക് അവള് ഫ്രീ തന്നതാ. ഒരു കാര്യം ചെയ്യ്, എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. അത് ഞാൻ പാൽക്കാരനും പല കച്ചവടക്കാരനും കൊടുത്തു. ഓ, ഇതൊരു പുലിവാലായല്ലോ. എന്ത് ചോദിച്ചാലും കളനെ പോലെ തല കൂപ്പിട്ട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം. അതിനെ പറഞ്ഞു വിട്. അങ്കിൾ, ഈ പെൺകുട്ടികളെ താമസിക്കുന്ന വേണ്ട വേണ്ട വേണ്ട, കൂടുതൽ കൊഞ്ചിക്കൊഴയിലൊന്നും വേണ്ട. അച്ഛ പറഞ്ഞു വിട്ടെ. ഞാനൊന്ന് പറയട്ടെ ഗോപേട്ട. ഗോപേട്ടാന്നാ? അച്ഛ ഗോപേട്ടാന്ന്. പിന്നെ നിന്നെ എന്താ വിളിക്കാ? വേലായുധനാ? എന്താ നിന്റെ പേര്? ഗോപൻ. പറ മോളെ. പെൺകുട്ടികൾ താമസിക്കുന്ന റൂമില് ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കാം. ഇവിടെ ആരോ ഒളിഞ്ഞു നോക്കിയേ? ആള്
അവനെ കുറിച്ച് അങ്കിളുടെ അഭിപ്രായം എന്താ? ആണാണോ പെണ്ണാണോ? ആണാണെന്ന് തോന്നുന്നു. എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ്. അച്ഛാ സത്യം പറയാലോ അങ്കിൾ, അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ചുണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത്. ഇവിടെ ഞാൻ സേഫാ. എനിക്ക് സമാധാനായി. അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപന്റെ ഭാഗ്യാ. എന്റെ ഈശ്വരാ, ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനായിട്ട് അകത്തേക്ക് പോയിക്കോ. ഒടുക്കത്തൊരു ക്ലാസ്. അച്ഛാ അച്ഛാ അച്ഛാ, ബഹുത്ത് അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ. എടി മൂദേവി. ഓ ദൈവം, എന്റെ മാനം കപ്പലേറി. ഞാൻ വിളിപ്പിത്തരാം അങ്കിൾ. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്ത? ഇവിടെ എന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചൂടാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കയ്യിൽ കാശ്. അതെന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ മേടിച്ചു തരില്ലേ. നാട്ടിക്കല്ലേ. വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ. അവരെന്താ അടുക്കള കയറി കൈ തഞ്ഞു പോവോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടാ അങ്കിളെ, നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്ക് കുടിക്ക്. സൊമാലിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ, എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കിൽ വേണ്ട, പോയി കിടന്നുറങ്ങടാ. അച്ഛാ, ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി പകുതി പകുതി ഉണ്ടാക്കണ്ട. എന്റെ കഞ്ഞി ഇങ്ങനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലോ. എനിക്ക് എന്തൊരു തിരക്കാ. ഷെവ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 2 ലക്ഷം രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ച ആളൊന്നുമല്ല. പാവം, അവധി വേണോ അത്ര? ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേൾക്കയില്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്ത? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞണ്ടാ? അപ്പൊ അവിടെയാണോ വർക്ക് ചെയ്യുന്നേ? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ ഹലോ, ഗോപനല്ലേ? ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ. ഞാനങ്ങ് വരട്ടെ. അപ്പോയിന്റ്മെന്റോ? സോറി, ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നേടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്. ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ, 3 മണി. ആവട്ടെ. അയ്യോ, ഹലോ, എന്താ? എന്തെന്നാ അങ്ങോട്ട് ഇറങ്ങിയേ? ഇറങ്ങാനോ? ഇറങ്ങാൻ. ഇതേ കുറച്ച് അന്തസ്സും അഭിമാനമുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിളാണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ, ഞാൻ പോയിട്ട് വരാട്ടാ. നീ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. അത് നിനക്കല്ലേ കേട്ടോ. എന്താ ഗോപാ, ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ? എന്താ കാര്യം? ചേട്ടാ, പത്രമൊന്നും വായിക്കാറില്ലേ? കിണറ് താഴെയല്ലേ? ഒട്ടിക്കാണേ. ഓ, ഒട്ടിക്ക് മുടിഞ്ഞൊരു ഹർത്താല്. ഇതുപോലെ ഹർത്താല് വന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താടാ? ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി നിക്കണ. ഹലോ, നമസ്കാരം. ഗോപനോട് ഉണ്ടിട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. എവിടെ ചെന്നാലും മോനെ, എവിടെ പോകുന്നു? സാർ, ഞാൻ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയിട്ട് കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വേറെ വിശേഷമൊന്നുമില്ല. താങ്ക് യു സാർ. നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേ ഇല്ല. ഇവനിതുവരെ പോയില്ലേ? അവളോ ഇറങ്ങിയിട്ട് പോകാനിരിക്കണേ. അവളോട് പോയി പണി നോക്കാൻ പറടാ. എടാ, നമ്മൾ ഈ ചെയ്യുന്നേ നമ്മുടെ തൊഴിലാ. അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? അതൊക്കെ ശരി തന്നെടാ. പക്ഷെ എന്നാലും നീ വല്ല കളക്ടറാണെന്നോ മറ്റോ പറഞ്ഞോ? എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ, അതാ. അത് പറ. അപ്പൊ പിന്നെ ഫേസ് ചെയ്യാൻ അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ടാവും, ഇല്ലടാ? പിന്നല്ലാണ്ട്. അതൊക്കെ ഞങ്ങളെ കണ്ടുപിടി. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. സൗന്ദര്യമില്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും പറയാം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല.
ഇത് കരി മാറി താടിത്തെ നിങ്ങളാണ് അമ്മേ പട്ടികൾക്ക് നടക്കൂ. അച്ഛാ അച്ഛാ ഞാനാ വാതിൽ തുറക്ക്. ഈ രാത്രിയാണ് അച്ഛൻ തുറക്കുന്നത്. ഈ അച്ഛൻ്റെ ഒരു ഉറക്കം. മറന്നത്ത് കൊള്ളല്ലേ. അയ്യോ അയ്യോ എന്താ അങ്കിൾ? എന്നെ ആരോ ഇവിടെ കുത്തി. അയ്യേ ടോർച്ച് എടുത്ത വല്ല കള്ളനുമായിരിക്കും. ദൈവമേ, ഒരു കാട്ടിൽ രണ്ട് സിൽക്കോ? അങ്കിൾ സ്വപ്നം കണ്ടൊന്നുമല്ലല്ലോ, ശരിക്കും കള്ളം തന്നെയല്ലേ? കള്ളം കുത്തി പോലെ ഒരു കുത്തു വെച്ച് തരും. ഇത് പഠിച്ച കള്ളം തന്നെയാ. വാ, കക്കാൻ നടക്കണേലും മേധം ഇവനൊക്കെ പോയി ചത്തൂടെ. അവിടെ എന്താ പട്ടി കുറയ്ക്കണേ? അത് കള്ളൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. എന്താണോ അവിടെ? കള്ളൻ വന്ന് കമ്പുകൊണ്ട് കുത്തി, എന്നിട്ട് ഓടി. ഓ കള്ളൻ എന്റെ തന്ത. കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാ കാൽപെരുമാറ്റം. പോലീസിനെ വിളിച്ചാലോ? എന്തിനാ? കള്ളനെ പിടിക്കാനോ? നോ യൂസ് അറ്റ് ആൾ. ഒരു ഗൂർഖയെ വെച്ചേ പറ്റൂ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത അസോസിയേഷൻ മീറ്റിംഗില് ഒരു തീരുമാനം എടുക്കണം. മനുഷ്യന്റെ ഉറക്കവും പോയി. വാ മോളെ. അത് ശരി, ചായ ഇടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? ഏതാ ഈ സ്റ്റേഷൻ? സ്റ്റേഷനാ? എന്നാ ചായ. അച്ഛാ, ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനെ തന്ത ഇല്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. ഇന്നലെ എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടിയൊരുക്കി പോണുണ്ട്. ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? അത് അവള് വരുമ്പോ നീ എന്താ കുതിര കളിക്കാ? ഞാൻ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഇവിടെ പോയില്ലേ? മോൾ അമ്പലത്തിന്നാ? ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. പോരെ? ഗോപൻ എവിടെ അങ്കിൾ? മോളിലുണ്ട്. മേളിലേക്ക് വരണത്. ഈ വീട്ടിൽ ഒളിക്കാനും സ്ഥലമില്ലേ? ഗോപാ, ഗോപാ, അയ്യോ സമയം 9 ഇറങ്ങാൻ നോക്കട്ടെ. ഗോപ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല. പുറത്താരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശുകൾ വരണതേ ഇത് കേറണില്ലേ? എങ്ങോട്ട്? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോയത് ഓട്ടർഷ അല്ല, അങ്ങനെ ഇറങ്ങിയേ. ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിടിച്ചു വിളിച്ച് താഴേക്ക് ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം.
കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്കുക കള്ള.